എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ മരിച്ചത് നമ്മൾ നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. അപ്പോഴാണ് നമ്മൾ ആക്സിഡന്റ് പ്ലാൻസിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നിയത്. ഇനി കുവൈത്തിലല്ല, ഇപ്പൊ കേരളത്തിലെ കാര്യമെടുത്താൽ 200ഓളം ആക്സിഡൻസ്, മോട്ടോർ ആക്സിഡൻസ് മാത്രം കേരളത്തിൽ ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. 30 മരണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എത്ര പേർക്ക് പരിക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് പല കവറേജുകളും, അതായത് ആക്സിഡന്റ് ഡെത്ത്, ആക്സിഡന്റ് ഹോസ്പിറ്റലൈസേഷൻ, ആക്സിഡന്റ് പറ്റി ജോലിക്ക് പോകാൻ പറ്റാതായാൽ ഉള്ള എക്സ്പെൻസുകൾ, ഹോസ്പിറ്റൽ ക്യാഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെലവിൽ കവർ ചെയ്യുന്ന, ചെറിയൊരു പ്രീമിയത്തിൽ കവർ ചെയ്യുന്ന പ്ലാനാണ് പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻ. അത് തന്നെ ഗ്രൂപ്പായിട്ട് എംപ്ലോയിക്ക് എംപ്ലോയറും, അതായത് ജോലി നൽകുന്ന ആൾക്ക് എംപ്ലോയീസിന് എടുത്തു കൊടുക്കാവുന്ന എംപ്ലോയി പ്ലാൻ ഉണ്ട്, ഗ്രൂപ്പ് പേഴ്സണൽ പ്ലാൻ. അങ്ങനത്തെ ഒരു പ്ലാനാണ് HDFCയുടെ സർവ്വ സുരക്ഷാ പ്ലസ് എന്ന പ്ലാൻ. ആ പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യം നമുക്ക് ഈ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പ്ലാനിൽ എന്തൊക്കെ കവർ ചെയ്യും എന്ന് നോക്കാം. ഏതൊക്കെ ഹെഡുകൾ, അതിനുശേഷം ഓരോ ഹെഡും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്സിഡന്റ് ഡെത്ത് കവർ ചെയ്യും. അത് ആക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോട്ടോർ ആക്സിഡന്റ് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനത്തെ തീപിടുത്തം പോലത്തെ അല്ല, 51ഓളം ടൈപ്പ് ആക്സിഡൻസ് ഉണ്ട്. സ്നേക്ക് ബൈറ്റ്, ഡോഗ് ബൈറ്റ്, വീഴുക, മുകളിൽ നിന്ന് വീഴുക, അങ്ങനെ ഒരുപാട് ഈ ആക്സിഡന്റിൽ പെടുത്താവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാം. പിന്നെ ആക്സിഡന്റൽ ഡിസബിലിറ്റി, ആക്സിഡന്റിൽ പെടുന്ന ഡിസബിലിറ്റി, ടോട്ടൽ ഡിസബിലിറ്റിയും ടെമ്പററി ഡിസബിലിറ്റി, അതായത് നമുക്കിപ്പോൾ 1-2 കൊല്ലം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാമല്ലോ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ, അങ്ങനത്തെ കവർ ചെയ്യും. അതിന് ഓരോ ആഴ്ചയും നമുക്ക് അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുന്ന ടൈപ്പ് പ്ലാൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എമർജൻസി ഹോസ്പിറ്റലൈസേഷന് നമുക്കൊരു 1 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടുന്ന ഫീച്ചർ അവൈലബിൾ ആണ്. ബ്രോക്കൻ എല്ലൊടിഞ്ഞാൽ ക്യാഷ് കിട്ടുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് എക്സ്ട്രാ പേയ്മെന്റ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള പ്ലാനാണ്. ചെറിയ പ്രീമിയം വരുള്ളൂ. ഇപ്പൊ ഗ്രൂപ്പായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുടെ പേരിൽ, അങ്ങനെ അവർക്ക് ഒരു ജോലിദാതാവിനും അവരുടെ ജോലിക്കാരെ മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ മാസം 100 രൂപ, അതായത് ടോട്ടൽ ഒരു 1000 രൂപയിൽ, വർഷം 1000 രൂപയിലൊക്കെ പ്രീമിയം നിർത്താവുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ എംപ്ലോയേഴ്സും അത് എടുക്കേണ്ട ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാനാണ് ഈ ഒരു സർവ്വ സുരക്ഷാ പ്ലസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻ. അപ്പൊ അതിന്റെ ഓരോരോ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മിനിമം കണ്ടീഷൻസ് നോക്കാം. ഈ സർവ്വ സുരക്ഷാ പ്ലസ് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പ്ലാനിന്റെ 7 മുതൽ 500 വരെ എംപ്ലോയീസ് ഈ പ്ലാനിൽ വേണം. അതായത് ഈ പ്ലാനിൽ എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ 7 എംപ്ലോയീസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാൻ എടുക്കാം. മാക്സിമം 500 എംപ്ലോയീസ് വരെ. ഇത് ഓവർ ദ കൗണ്ടർ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് പോയി നേരെ പർച്ചേസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ്. എംപ്ലോയീസിന്റെ ഏജ് 18 മുതൽ 60 വയസ്സ് വരെ ആയിരിക്കണം. ടോട്ടൽ പ്രീമിയം മിനിമം 10,000 റുപ്പീസ് വരണം. അതായത് 7 എംപ്ലോയീസ് ആണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ 1000 രൂപയാണ് ഒരാൾക്ക് വരുന്നത്, 7000 വരുള്ളൂ. മിനിമം പ്രീമിയം 10,000 രൂപയെങ്കിലും വരണം, ഇയർലി പ്രീമിയം കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പൊ 20 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 500 രൂപ ഇയർലി പ്രീമിയം ആണെങ്കിൽ തന്നെ 10,000 ആയി. അപ്പോൾ അത് ആണ് മിനിമം ഒരു ബേസിക് കണ്ടീഷൻസ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്ലാനിൽ ഒരെണ്ണം എന്തായാലും കവറേജ് എടുക്കണം. ആക്സിഡന്റൽ ഡെത്ത് ആണ്. അത് 3 ലക്ഷം രൂപ മുതൽ സം അഷ്യൂർഡ്, അതായത് ഡെത്ത് സംഭവിച്ചാൽ 3 ലക്ഷം കിട്ടുന്ന മുതൽ 25 ലക്ഷം രൂപ വരെ നമുക്ക് ഡെത്ത് സംഭവിച്ചാൽ കിട്ടുന്ന പ്ലാൻ എടുക്കാം. അത് നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയിൽ അതിന്റെ MD ഉണ്ട്, സീനിയർ മാനേജേഴ്സ് ഉണ്ട്, ജൂനിയർ മാനേജേഴ്സ് ഉണ്ട്, ലോവർ കേഡറുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും 25 ലക്ഷം MDക്ക് എടുക്കാം, 15 ലക്ഷം സീനിയർ മാനേജേഴ്സ്, 10 ലക്ഷം ജൂനിയർ മാനേജേഴ്സ്, താഴെ 5 ലക്ഷം, അങ്ങനെ സമ്മർഷോട് ഡിഫറൻസ് ആയിട്ടും എടുത്ത് ഈ പ്ലാനിൽ നമുക്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്തായാലും ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടെമ്പററി ഡിസബിലിറ്റി. ടോട്ടൽ ഡിസബിലിറ്റി വന്നാൽ ഡെത്ത് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെത്ത് പോലെ തന്നെ സമ്മർഷോട് കൊടുക്കും. ടെമ്പററി ഡിസബിലിറ്റി ആണ് ഇതിലെ ഏറ്റവും വലിയൊരു ഫീച്ചർ വരുന്നത്. ടെമ്പററി ഡിസബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ആ അവസ്ഥ വന്നാൽ സമ്മർഷോഡിന്റെ 1%, ഇപ്പം 10 ലക്ഷം രൂപയാണ് സമ്മർഷോഡിലുള്ള പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപ വെച്ചിട്ട് 104 ആഴ്ച വരെ, മാക്സിമം 104 ആഴ്ച വരെ എല്ലാ ആഴ്ചയും
10,000 രൂപ നൽകിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും നമുക്ക് കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനും ഏറ്റവും വലിയ കാര്യം ഇതിന് വരുന്ന പ്രീമിയം വളരെ ചെറുതാണ്. 500-1000 രൂപയിലേക്ക് പ്രീമിയം ഒരു വർഷം വരുള്ളൂ. പക്ഷെ ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചാൽ എല്ലാ ആഴ്ചയിലും നമുക്ക് 5000-10,000 രൂപ വെച്ചിട്ട് കിട്ടാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. ഇതിൽ തന്നെ 10 ലക്ഷം സം അഷ്യൂർഡ് താഴെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 5000 രൂപ വെച്ചിട്ടാണ് 104 ആഴ്ച കിട്ടുക. 10 ലക്ഷം മുകളിലാണ് സം അഷ്യൂർഡ് വരുന്നതെങ്കിൽ നമുക്ക് 10,000 രൂപ വെച്ചിട്ട് എല്ലാ ആഴ്ചയും കിട്ടും. ഇതാണ് ഈ ടെമ്പററി ഡിസബിലിറ്റിയുടെ ഒരു പ്രത്യേകത. വീഡിയോസിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ എന്നോട് ചോദിക്കാം. ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ഇതിൽ കവേർഡാണ്. നമുക്ക് ഇതൊക്കെ ഓപ്റ്റ് ചെയ്തെടുക്കാം. അതായത് ഡെത്ത് മാത്രമേ മസ്റ്റായിട്ട് വേണ്ടൂ. ഇതിൽ ഓരോന്നും ഓപ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ടെമ്പററി ഡിസബിലിറ്റി നമുക്ക് ഓപ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ഓപ്റ്റ് ചെയ്യാതിരിക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ ഈ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റിന് ചിലവ് ഹോസ്പിറ്റൽ ബിൽസ് ക്ലെയിം ചെയ്ത് കിട്ടുന്നതാണ്. ബിലോ 10 lakhs പോളിസി എടുക്കുന്നെങ്കിൽ 1 ലക്ഷം രൂപ വരെയും, എബോ 10 lakhs പോളിസി ആണെങ്കിൽ 3 ലക്ഷം രൂപ വരെയും നമുക്ക് ഹോസ്പിറ്റൽ ആക്സിഡന്റ് മൂലമുള്ള ഹോസ്പിറ്റൽ ബിൽസ് ക്ലെയിം ചെയ്യാം. ഇത് റീഇംബേഴ്സ്മെന്റ് മുഖേന, ക്യാഷ്ലെസ് അല്ല, റീഇംബേഴ്സ്മെന്റ് രീതിയിലാണ് ഇത് ക്ലെയിം പ്രോസസ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രോക്കൺ ബോൺസ്, എല്ല് ഒടിയുകയാണെങ്കിൽ, അതൊരു ആക്സിഡന്റിൽ എല്ല് ഒടിയുകയാണെങ്കിൽ 10 ലക്ഷത്തിന് താഴെയുള്ള പോളിസി ആണെങ്കിൽ 25,000 രൂപയും 10 ലക്ഷത്തിന് മുകളിലുള്ള പോളിസി ആണെങ്കിൽ 50,000 രൂപയും നമുക്ക് ലഭിക്കും. ബേൺസ്, അതായത് തീപ്പൊള്ളലേറ്റാൽ 10 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ 50,000 രൂപയും 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പോളിസിയാണ് നമുക്ക് 1 ലക്ഷം രൂപയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ കാഠിന്യം അനുസരിച്ചാണ് കിട്ടുക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് അതിലുള്ളത് എത്രയാണ്, ഇല്ലാത്ത എത്രയാണ് പ്രീമിയം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആക്സിഡന്റൽ ഡെത്ത് മാത്രമേ ഈ പോളിസിയിൽ മസ്റ്റ് ആയിട്ട് വേണ്ടൂ. ബാക്കിയൊക്കെ ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള ഫീച്ചേഴ്സ്. അതുപോലെ ഒരു ഫീച്ചറാണ് ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് എന്നത്. അതായത് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഓരോ ദിവസം ഇത്ര രൂപ ഒരു എമൗണ്ട് വെച്ച് തരും. 10 ലക്ഷത്തിന് താഴെയുള്ള പോളിസി ആണെങ്കിൽ നമുക്ക് 1000 രൂപ വെച്ചിട്ട് 30 ദിവസം വരെ ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ഒരു പോളിസി ഇയർ കിട്ടും. അതുപോലെ തന്നെ 10 ലക്ഷത്തിന് മുകളിലുള്ള പോളിസി ആണെങ്കിൽ നമുക്ക് 3000 രൂപ വെച്ചിട്ട് 30 ദിവസം വരെ ഒരു പോളിസി ഇയർ കിട്ടും. ഇത് ഹോസ്പിറ്റൽ ക്യാഷ്. ഇതും ഓപ്ഷണൽ ആയിട്ട് എടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. ഇത്രയും ഇതിനെ കൂടാതെ എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി 50,000 രൂപ കൂടുന്ന ഫീച്ചർ, പിന്നെ ആംബുലൻസ് കവർ, പിന്നെ മോർട്ടൽ റിമെയിൻസ് അടക്കം ചെയ്യാനുള്ള ചെലവുകൾ, അങ്ങനത്തെ ഫീച്ചേഴ്സും ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ്. ഇതൊക്കെ ആദ്യത്തെ പറഞ്ഞ ആക്സിഡന്റ് ഡെത്ത് ഒഴികെ ബാക്കിയെല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് പ്രീമിയം അറിയണമെങ്കിൽ, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പൊ 20 എംപ്ലോയീസ് ഉണ്ട്, ഇവർക്ക് പ്രീമിയം ആക്സിഡന്റ് ഡെത്തും ടെമ്പററി ഡിസബിലിറ്റിയും എമർജൻസി ഹോസ്പിറ്റലൈസേഷനും കൂടിയുള്ള ഒരു പോളിസി വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ എംപ്ലോയീസിന്റെയും ഏജ് പറഞ്ഞു തന്നാൽ, എത്ര എംപ്ലോയീസ് ഉണ്ട് അവരുടെ ഏജ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം എടുത്തു തരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രീമിയം എടുക്കണമെങ്കിൽ എന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. നമ്മൾ ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴാണ് അതിന്റെ ഓരോരോ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഒരു തീപിടുത്തം ഉണ്ടായപ്പോഴാണ് വീണ്ടും പേഴ്സണൽ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയത്. അപ്പം ഈ പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻ ഒറ്റയ്ക്കും എടുക്കാം. ഇപ്പൊ ഞാൻ ഇന്ന് സംസാരിച്ച ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻ എംപ്ലോയേഴ്സ് ആണ്. അതല്ലാതെ തന്നെ ഒറ്റയ്ക്ക് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാവുന്ന പ്ലാൻസ് അവൈലബിൾ ഉണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് കോട്ടി സുരക്ഷ എന്ന് പറഞ്ഞ HDFCയുടെ ഒരു പ്ലാൻ ഉണ്ട്, ഇൻഡിവിജ്വൽ പ്ലാൻ. ഇത് ഇന്നത്തെ ഗ്രൂപ്പ് പേഴ്സണൽ പ്ലാൻ സർവ്വസുരക്ഷ പ്ലസ് എന്ന പ്ലാനിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻ, ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് വാട്സപ്പ് അയക്കാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.